സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ജിസാൻ മേഖലയിലെ അബു അരിഷ് ഗവർണറേറ്റിലെ 2 റെസ്റ്റോറന്റുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് 100-ലധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം മുൻകരുതലെന്ന നിലയിൽ റെസ്റ്റോറന്റുകൾ അടച്ചിട്ടു. ഫാസ്റ്റ് ഫുഡ് വിളമ്പുന്നതിൽ വൈദഗ്ധ്യമുള്ള 2 പ്രശസ്ത റെസ്റ്റോറന്റുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. പരിക്കേറ്റവരെ അബു അരിഷ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് അടിയന്തര കമ്മിറ്റി അധികൃതർ രൂപീകരിച്ചു. ജിസാൻ ഗവർണർ മുഹമ്മദ് ബിൻ നാസിർ രാജകുമാരനാണ് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറക്കിയത്. വിഷബാധയേറ്റവരുടെ ആരോഗ്യസ്ഥിതിഗതി അന്വേഷിക്കാനും ആവശ്യമായ വൈദ്യപരിചരണങ്ങൾ നൽകാനും ഗവർണർ നിർദ്ദേശിച്ചു. ജിസാൻ നഗരത്തിലും പ്രവിശ്യയിലെ മറ്റ് നഗരങ്ങളിലും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളും ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും കർശനമായി നിരീക്ഷിക്കാനും സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്താനും അധികൃതർ നിർദ്ദേശം നൽകി. ആരോഗ്യ വ്യവസ്ഥകളും നിയമങ്ങളും പാലിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഗവർണർ നിർദ്ദേശിച്ചു. അന്വേഷണ റിപ്പോർട്ട് തനിക്ക് കൈമാറാനും മുഹമ്മദ് ബിൻ നാസിർ രാജകുമാരൻ നിർദ്ദേശിച്ചതായി ജിസാൻ ഗവർണറേറ്റ് അറിയിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ 8 പേർ കസ്റ്റഡിയിലായതായി അറബ് മാധ്യമമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഒരു കുവൈറ്റി പൗരനും 4 ഈജിപ്തുകാരും 3 ഇന്ത്യക്കാരും കസ്റ്റഡിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. തീപിടുത്തത്തിന് ഉത്തരവാദികളായവരെ ഉടൻ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കണമെന്ന് സംഭവ ദിവസം തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പ്രോസിക്യൂഷൻ നിർദ്ദേശപ്രകാരമാണ് 8 പേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. നരഹത്യ, കുറ്റകരമായ അനാസ്ഥ കുറ്റങ്ങൾ ചുമത്തിയേക്കും. ഗാർഡ് റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് നേരത്തെ കണ്ടെത്തിയിരുന്നു. 10ാം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിന്റെ സഹകരണത്തോടെ മെഗാ ആഘോഷം സംഘടിപ്പിച്ചു. മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ പരിസരത്തിൽ നടന്ന പരിപാടിയിൽ ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ, ഒമാനിലെ റെസിഡന്റ് അംബാസിഡർമാർ, നയതന്ത്ര സേനാ അംഗങ്ങൾ, ഒമാനി പൗരന്മാർ, ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 2000 പേർ പങ്കെടുത്തു. യോഗ സ്വന്തത്തിനും സമൂഹത്തിനും എന്ന തലക്കെട്ടിലായിരുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തിയിരുന്നത്. യോഗ വ്യക്തിഗത ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാമൂഹിക ഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച അംബാസിഡർ അമിത് നാരക് അറിയിച്ചു. മസീറ ടൂറിസം ഓഗസ്റ്റിൽ നടത്തുമെന്ന് മസീറയിലെ വാലി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അബ്ദുള്ള ബവിൻ അറിയിച്ചു. ഈ സംരംഭം ദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പര്യവേക്ഷണം ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. മസീറ വാലിയുടെ ഓഫീസുമായി സഹകരിച്ച് തെക്കൻ ഷെർക്കിയ ഗവർണറുടെ ഓഫീസ് സംഘടിപ്പിക്കുന്ന ഫോറം ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കാനും ഉയർത്താനും ലക്ഷ്യമിടുന്നതായി ബവിൻ അറിയിച്ചു. പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും പ്രാദേശിക സമൂഹവും പങ്കാളികളാകും. ദ്വീപിലെ സമൃദ്ധമായ സമുദ്രജീവികളും പരമ്പരാഗത കരകൗശല വസ്തുക്കളും ഉൾപ്പെടെ മസീറയുടെ വൈവിധ്യമാർന്ന വശങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഫോറം മാറും. ദ്വീപിൽ സമീപഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധി പദ്ധതികൾ ബൗവിൻ വിശദീകരിച്ചു. ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനിയുടെ പ്രധാന ശൃംഖലയുമായി വിലായത്തെ ബന്ധിപ്പിക്കൽ, വിലായത്തിലെ വൈദ്യുതിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുകയെന്ന ലക്ഷ്യത്തോടെ അന്തർവാഹിനി കേബിളും ഓവർഹെഡ് വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകളും മഹൂത്തിൽ നിന്നും മസീറയിലേക്ക് നീട്ടുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള അർമേനിയയുടെ തീരുമാനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു. ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിൽ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനം കൈവരിക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം തീരുമാനങ്ങൾ പിന്തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന 149ാമത്തെ രാജ്യമാണ് അർമേനിയ. വെള്ളിയാഴ്ചയാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള അർമേനിയയുടെ പ്രസ്താവന പുറത്തുവന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ ഫലസ്തീനിൽ സംഘർഷങ്ങൾ നടക്കുന്നതെന്നും അർമേനിയ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ദാഖിലിയ ഗവർണറേറ്റ് ബഹ്ല വിലായത്തിലെ വാദി ഖിദിൽ അണക്കെട്ട് നിർമ്മിക്കാൻ കൃഷി, ഫിഷറീസ്, ജല വിഭവ മന്ത്രാലയം ഒരുങ്ങുന്നു.
ഇതിനുള്ള ടെൻഡർ പ്രാദേശിക കമ്പനികളിൽ നിന്നും ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15 രാജ്യത്തിന്റെ ജലശേഷി വർദ്ധിപ്പിക്കുകയും കാർഷിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്ത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത്. രാജ്യത്തുടനീളം വിവിധ അണക്കെട്ടുകൾ മന്ത്രാലയം ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യം പ്രതിവർഷം 316 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളത്തിന് കമ്മി നേരിടുന്നുണ്ടെന്നാണ് കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 181 അണക്കെട്ടുകളാണ് ഒമാനിലുള്ളത്. ഇതിൽ 63 ഭൂഗർഭ ഫീഡറുകൾ, 115 ഉപരിതല സംഭരണ സൈറ്റുകൾ, 3 സംരക്ഷിത അണക്കെട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഒമാൻ 9 ദിവസത്തെ പെരുന്നാൾ അവധിക്ക് ശേഷം സ്വദേശികളും പ്രവാസികളും ഇന്നു മുതൽ വീണ്ടും ജോലി തിരക്കിലേക്ക്. ബലിപെരുന്നാളിന് ഈ വർഷം 5 ദിവസത്തെ അവധിയാണ് ഉണ്ടായിരുന്നത്. ഇതിനോട് 2 വാരാന്ത്യങ്ങൾ കൂടി ചേർന്നപ്പോൾ 9 ദിവസത്തെ അവധിയാണ് ലഭിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നീണ്ട അവധി ലഭിച്ചതിനാൽ ഒമാനിലെ വ്യാപാര മേഖല ഒഴികെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നിരുന്നു. ബാങ്കിംഗ് മേഖലയടക്കം എല്ലാ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നീണ്ട അവധി ലഭിച്ചത് കാരണം ഒമാൻ മൊത്തം ആലസ്യത്തിലായിരുന്നു. അടഞ്ഞുകിടന്നവ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുന്നതോടെ എല്ലാ സ്ഥാപനങ്ങളിലും നല്ല തിരക്കും അനുഭവപ്പെടും. ബാങ്കുകൾ, വിസ, റെസിഡന്റ് കാർഡ് എന്നിവ പുതുതായി എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ, വാണിജ്യ മന്ത്രാലയം, ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ആഴ്ചയിൽ നല്ല തിരക്ക് അനുഭവപ്പെടും. നാട്ടിൽ പോയവരും വിനോദസഞ്ചാരത്തിന് പോയവരും തിരിച്ചെത്താത്തതിനാൽ തിരക്ക് കൂടുതൽ വർദ്ധിക്കും. ഓഫീസുകളും സ്ഥാപനങ്ങളും തുറക്കുന്നതോടെ റോഡുകളിലും തിരക്ക് കൂടും. നാട്ടിൽ പോയവരും അവധി ആഘോഷിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ പോയവരും ശനിയാഴ്ച തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തിരിച്ചെത്തുന്നവരും നിരവധിയാണ്. രാജ്യത്ത് കിണർ കുഴിക്കുന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കായി കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം മെയ് മാസത്തിൽ 774 ജല ലൈസൻസുകൾ നൽകി. കിണറുകൾ, അണക്കെട്ടുകൾ, ഫലജ് എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അഭ്യർത്ഥനകൾ, കിണർ കുഴിക്കൽ, വിവിധ ഗവർണറേറ്റുകളിലെ വികസന പദ്ധതികൾ എന്നിവ ഈ ലൈസൻസ് നൽകിയതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും കൂടുതൽ ലൈസൻസ് ദാഖിയയിലാണ് നൽകിയത്, 153. വടക്കൻ ബാത്തിന ദാഹിറ 125, വടക്കൻ ഷർക്കിയ 88, മസ്കറ്റ് 84, തെക്കൻ ബാത്തിന 80, തെക്കൻ ഷർക്കിയ 40, ദോഫർ 11, മുസന്തം 10, അൽവുസ്തയിൽ 9 എന്നിങ്ങനെയാണ് മറ്റു ഗവർണറേറ്റുകളിൽ ലൈസൻസ് നൽകിയതിന്റെ കണക്കുകൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.